ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതാണ് സോയ കട്ട്ലേറ്റ്. ഒരുപാട് പേർക്ക് കഴിക്കാൻ ഇഷ്ടമല്ല അല്ലേ സോയ, പക്ഷേ ഈ രീതിയിൽ കട്ട്ലേറ്റ് ആക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഇതിന് മുൻപ് സോയ മസാല ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ റെസിപ്പി. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർട്ടിലും ലിങ്ക് ഇടാം, തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ സോയ വേവിക്കുന്നതിൻ്റെ മെത്തേഡെല്ലാം കറക്റ്റായിട്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വലിയ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ മുൻപ് ചെയ്ത റെസിപ്പിക്ക് ചെറിയ സോയ ചങ്ക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ സോയ ചങ്ക്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ നേരം ഒന്ന് വേവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോയ ചങ്ക്സ് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുകയും വേണം. അപ്പോഴാണ് അതിലുള്ളൊരു സ്മെല്ലുണ്ട്, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം കഴുകിയെടുക്കാൻ പറയുന്നത്. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് വരാം. നമ്മുടെ കട്ട്ലേറ്റിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും, ഒരു 8 അല്ലി വെളുത്തുള്ളിയും, 2 പച്ചമുളകും, ഒരു സവോളയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് വഴിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് ഇതിൻ്റെ കളറൊന്ന് മാറ്റുന്ന വരെ മൂപ്പിച്ചെടുക്കാം. സവോളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. മീറ്റ് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആ രീതിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഉപയോഗിക്കാനായിട്ട്. നമ്മൾ നേരത്തെ വേവിച്ച് കഴുകി വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ സോയയാണിത്. നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണിത്. അതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1 ടീസ്പൂണോളം സോയ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീർത്തും ഓപ്ഷനിലാണ്, സോയ സോസ് ചേർക്കണമെന്നില്ല. അതുപോലെ ഒരു ചെറിയ പൊട്ടറ്റോ വേവിച്ചതും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബൈൻഡിങ് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2 പൊട്ടറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയും ഈ ഒരു സമയത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എരിവ് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ കുരുമുളക് പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് കൈവച്ച് ഉടച്ച് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ഇതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ ഗരം മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടായി പോകണ്ട. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സോയ കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സിലിണ്ടർ ഷേപ്പിലാണ് സോയ കട്ട്ലേറ്റ് എല്ലാം തട്ടി കൊടുക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പോർഷനായിട്ട് എടുത്തിട്ട് ഇതുപോലെ സിലിണ്ടർ ഷേപ്പിലൊന്ന് തട്ടി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് മുട്ട ഉപയോഗിച്ചിട്ടല്ല ഇതിൻ്റെ കോട്ടിങ് തയ്യാറാക്കുന്നത്, മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടല്ല. ഇതിനായിട്ട് വെജിറ്റേറിയൻസിനാണ് ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മൈദയാണ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും ഉണ്ട്. അപ്പോൾ മൈദയുടെ മാവ് കലക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ വേണ്ട, കുറച്ച് ലൈറ്റായിട്ട് കലക്കി കൊടുത്താൽ മതി. ഒന്ന് ഡിപ്പ് ചെയ്ത് കിട്ടുമ്പോൾ അതിനകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വരണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുട്ടയ്ക്ക് പകരമാണ് നമ്മൾ മൈദയുടെ മാവ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ കട്ട്ലേറ്റ്സും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ കട്ട്ലേറ്റ്സ് എല്ലാം ഇവിടെ വറുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് എണ്ണയിൽ നല്ലോണം മുക്കി വറുക്കാനാണ് പോകുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് വറുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് പോയി കാണണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർട്ടിലും ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളൊക്കെ മാറ്റി നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് തയ്യാറാക്കുന്ന മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ കട്ട്ലേറ്റ് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കാൻ പോവാണ്. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബാക്കിയുള്ള കട്ട്ലേറ്റ്സും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് വീണ്ടും പുതിയ രുചികളുമായിട്ട് കാണാം.